ഓം ശ്രീ മഹാകാളിവരാഗ്യ വജ്രഘോഷീ നമ. നമസ്കാരം. ഞാൻ രാഘമാർ ശ്രീരാമം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നിവിടെ അവിട്ടം 3-4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന കുംഭക്കൂറുകാരുടെ തുലാമാസവും വൃശ്ചിക മാസവും എങ്ങനെ ഉണ്ടാവും നോക്കാം. അതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായും കാണാനും കേൾക്കാനും ശ്രമിക്കുക. ഈ കൂറുകാർക്ക് വേണ്ടി ഇവിടെ നിർദ്ദേശിക്കുന്ന ചില ക്ഷേത്ര വഴിപാടുകളും മന്ത്രജപങ്ങളും ശീലമാക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനും മറ്റുള്ളവരിലേക്ക് എത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ പൂർണ്ണമായും കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും കമൻറ്റിലൂടെ അറിയിക്കാൻ യാതൊരു മടിയും വേണ്ട. എന്തുതന്നെയായാലും എൻ്റെ പരദേവതയും ഉപാസനാമൂർത്തിയും എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് കൂറുഫലത്തിലോട്ട് വരാം. വ്യാഴം 5ഉം 6ഉം ഭാവങ്ങളിലും ശനി 2ാം ഭാവത്തിലും രാഹു 1ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സ്ഥിരോത്സാഹവും ഗുണാനുഭവങ്ങളും ഉണ്ടാവുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കുറവായിരിക്കും. ഭക്ഷണം തൃപ്തികരമായിരിക്കണമെന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം, ശത്രുഭയമുണ്ടാകാം, കലഹമുണ്ടാകാം. തുലാമാസത്തിൽ തത്വചിന്താ പ്രവണത, വിശാല മനസ്കഥ, ആഴത്തിലുള്ള മതചിന്തകൾ എന്നിവ ഉണ്ടാകാം. ഗൂഢതകൾ അറിയാനുള്ള മനസ്സുണ്ടാകും. വിദേശകാര്യങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലും വിജയമുണ്ടാകും. വിവാഹത്തിലൂടെയോ പൈതൃക സ്വത്തിലൂടെയോ നേട്ടമുണ്ടാകും. പലവിധ ആനുകൂല്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വൃശ്ചിക മാസത്തിൽ പ്രവർത്തന മേഖലയിൽ ഉത്തരവാദിത്തം കൂടാൻ സാധ്യതയുണ്ട്. ധർമ്മനീതിയിലൂടെയും ആദരണീയതയിലൂടെയും ജീവിത വിജയമുണ്ടാകാം. ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ സ്ഥാനഭ്രംശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പരദൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട്. അപകീർത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഭയം നിമിത്തം പ്രവർത്തന മേഖലയിൽ അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും സാഹിത്യത്തിലൂടെയും താൽക്കാലിക നിയമനത്തിലൂടെയും നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ കൂറുകാർ ചെയ്യേണ്ട ചില ക്ഷേത്ര വഴിപാടുകൾ കൂടെ പറയാം. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ മന്ത്രാർച്ചന ചെയ്യണം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ അഘോര മന്ത്രാർച്ചനയും ഹനുമാൻ സ്വാമിക്ക് കറുകഹാരവും നൽകി ശത്രുദോഷ നിവാരണത്തിനും ഈശ്വരാധീനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില മന്ത്രജപങ്ങൾ കൂടെ കണ്ടും കേട്ടും വായിച്ച് ശീലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തുടർന്നുള്ള മാസഫലങ്ങൾ അടുത്തുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.